ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേബിൾ സബ്ജക്റ്റഡ് ടു UDL. ഇതിൽ രണ്ട് കേസ് ഉണ്ട്, സപ്പോർട്ട്സ് അറ്റ് സെയിം ലെവൽ ആൻഡ് സപ്പോർട്ട്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. ഓരോ കേസിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസാണ് ഞാൻ ഈ സ്ലൈഡ്സിൽ സ്റ്റാർ ഇട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കേബിൾ സബ്ജക്റ്റഡ് ടു UDL സപ്പോർട്ട്സ് അറ്റ് സെയിം ലെവലാണ്. അപ്പം ഞാനിവിടെ ഒരു കേബിൾ വരച്ചിട്ടുണ്ട്. കേബിളിൻ്റെ ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് ക്യാരിയിങ് എ UDL ഓഫ് ഇൻറ്റൻസിറ്റി W പെർ യൂണിറ്റ് ലെങ്ത്. സപ്പോർട്ട് റിയാക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇനി കേബിളിൻ്റെ ലോവസ്റ്റ് പോയിൻറ്റും ബേസുമായിട്ടുള്ള അല്ലെങ്കിൽ സ്പാനുമായിട്ടുള്ള ഹൈറ്റാണ് H എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റിലോട്ടുള്ള ഡെപ്താണ് H എന്ന് പറയുന്നത്. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സിമെട്രിക് ലോഡിംഗ് ആയതുകൊണ്ട് തന്നെ VA/VB is equal to WL/2 ആയിരിക്കും. ദെൻ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആർച്ചസിൽ ചെയ്തതുപോലെ സെൻട്രൽ പോയിൻറ്റിനെ ബോട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. മൊമെൻ്റ് എടുക്കുമ്പോൾ H is equal to WL²/8H എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് ആർച്ചസിൽ ചെയ്തതിന് സിമിലർ ആണ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെൻഷൻ ഓൺ കേബിൾ കാൽക്കുലേഷൻ ആണ്. അതായത് ഒരു കേബിൾ ക്യാരിയിങ് UDL ആണെങ്കിൽ കേബിളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പാരബോളിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കേബിളിലെ ത്രൂ ഔട്ട് ടെൻഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. കേബിൾ ക്യാരിയിങ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആയിരുന്നുവെങ്കിൽ ഓരോ സെഗ്മെൻറ്റിലെയും ടെൻഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ സിമെട്രിക് ലോഡിംഗ് ആയതുകൊണ്ട് തന്നെ കേബിളിൻ്റെ ഷേപ്പ് പാരബോളിക്കുമാണ്, കേബിളിലെ ടെൻഷൻ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ്. സോ ജസ്റ്റ് ശ്രദ്ധിക്കുക, ഞാൻ കേബിളിൻ്റെ ടെൻഷനാണ് T എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഞാനൊരു സപ്പോർട്ട് A കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് Aയിലെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H ആണ്, വെർട്ടിക്കൽ ഷിയർ VA ആണ്. സിമിലർലി കേബിളിലെ ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്താലും അവിടെ ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ ഷിയർ ഉണ്ടായിരിക്കും, ടെൻഷൻ ഉണ്ടായിരിക്കും. സോ ഈ ഫിഗറിൽ നിന്നും ടെൻഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ T is equal to √V² + H² എന്ന് കിട്ടും. അപ്പോൾ കേബിളിൻ്റെ ഏതൊരു പോയിന്റിലെ ടെൻഷൻ ചോദിച്ചാലും ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. കാരണം കേബിളിൻ്റെ ഏതൊരു പോയിന്റും ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ ഷിയർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി വെർട്ടിക്കൽ ഷിയർ മാക്സിമം ആവുന്നത്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് മാക്സിമം ആവുന്നത് എപ്പോഴും സപ്പോർട്ട്സിലായിരിക്കില്ലേ? ഇവിടെയും സെയിം തന്നെയാണ്. ഷിയർ ഫോഴ്സ് മാക്സിമം ആയിട്ടുള്ളത് സപ്പോർട്ട്സിലെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് VA/VB ആണ്, ദാറ്റ് ഈസ് WL/2. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ടെൻഷൻ എവിടെയായിരിക്കും? സപ്പോർട്ട്സിലായിരിക്കും. കാരണം എന്താണ്? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് കേബിളിൽ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. ആകെ വേരി ചെയ്യുന്നത് വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് മാത്രമാണ്. അപ്പോൾ വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് എവിടെയാണോ മാക്സിമം അവിടെ ആയിരിക്കില്ലേ ടെൻഷനും മാക്സിമം. So Tmax is equal to √WL/2 the whole square plus WL²/8H the whole square. Okay. Similarly, maximum ടെൻഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ മിനിമം ടെൻഷനും കാണില്ലേ? മിനിമം ടെൻഷൻ എവിടെയായിരിക്കും? എവിടെയാണോ മിനിമം ഷിയർ ഫോഴ്സ് അവിടെ ആയിരിക്കും മിനിമം ടെൻഷൻ വരുന്നത്. ഷിയർ ഫോഴ്സ് എവിടെയായിരിക്കും? മിനിമം സെൻറ്ററിലായിരിക്കും ഷിയർ ഫോഴ്സ് മിനിമം. സെൻറ്ററിലെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ സിമെട്രിക് ലോഡിംഗ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. സോ V മിനിമം, സോ അവിടുത്തെ T മിനിമം എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടെൻഷൻ ഓൺ കേബിൾ. മാക്സിമം ടെൻഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, മിനിമം ടെൻഷൻ അറിയണം. മാക്സിമം ടെൻഷൻ സപ്പോർട്ടിലായിരിക്കും, മിനിമം ടെൻഷൻ സെൻറ്ററിലായിരിക്കും. അതുപോലെ നിങ്ങളൊരു ഫോർമുല കൂടെ അറിയണം, തീറ്റ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയും കൂടെ അറിയണം. ഫിഗറിലൊന്ന് ശ്രദ്ധിക്കുക. ഫിഗറിൽ നിന്നും കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോറ്റന്യൂസ്, ദാറ്റ് ഈസ് H/Tmax ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ സ്റ്റാർ ചെയ്ത ഫോർമുലാസൊക്കെ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, സോ നെക്സ്റ്റ് കേബിൾ സബ്ജക്റ്റ് ടു UDL വിത്ത് സപ്പോർട്ട്സ് അറ്റ് സെയിം ലെവലിൽ അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല, നമ്മൾ റാൻഡമായിട്ടൊരു സെക്ഷൻ എടുക്കുകയാണ്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് സെക്ഷൻ XX
ആ സെക്ഷൻ്റെ ഡെപ്ത് y ആണെങ്കിൽ y കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 4hx ഇൻറ്റു -x/L². നമ്മൾ പാരബോളിക് ആർച്ചിൻ്റെ കേസിൽ ഡീൽ ചെയ്ത് സെയിം ഫോർമുലയാണ്. വേർ h എന്ന് പറയുന്നത് സെൻട്രൽ പോയിന്റിലോട്ടുള്ള ഡെപ്ത്, x എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്നും ഏതൊരു പോയിന്റിലെ ഡെപ്താണോ നമുക്ക് വേണ്ടത് അതുവരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് x എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കേബിൾ കാൽക്കുലേറ്റ് ചെയ്യാം. ലെങ്ത് ഓഫ് കേബിൾ നമുക്ക് സ്പാൻ അറിയാം, സെൻട്രൽ പോയിന്റിലോട്ടുള്ള ഡെപ്ത് അറിയാമെങ്കിൽ കേബിളിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല L+8h² / 3l. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കേബിൾ സബ്ജക്റ്റ് ടു UDL വിത്ത് സപ്പോർട്ട്സ് അറ്റ് സെയിം ലെവൽ നമ്മൾ അറിയേണ്ട ഫോർമുലാസ്. ഓക്കെ, ഇത്രയും ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേബിൾ സബ്ജക്റ്റഡ് ടു UDL വിത്ത് സപ്പോർട്ട്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ഫിഗർ ഇട്ടുണ്ട്. ഇവിടെ ഒരു കേബിളുണ്ട്. കേബിളിൻ്റെ 2 സപ്പോർട്ടും 2 ലെവലിലാണ്. സപ്പോർട്ട് A മുതൽ സെൻട്രൽ പോയിന്റ് വരെയുള്ള ഹൈറ്റ് h1, സപ്പോർട്ട് B മുതൽ സെൻട്രൽ പോയിന്റ് വരെയുള്ള ഡെപ്ത് എന്ന് പറയുന്നത് h2 ആണ്. നമ്മൾ ആർച്ചിൻ്റെ കേസിൽ പറഞ്ഞ സെയിം. അതുപോലെ സപ്പോർട്ട് A മുതൽ C വരെയുള്ള ഡിസ്റ്റൻസ് L1, സപ്പോർട്ട് B മുതൽ C വരെയുള്ളത് L2. നമ്മൾ ആർച്ചിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ L1 L2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് L1 = L√h1 / √h1 + √h2. L2 = L√h2 / √h1 + √h2. ഓക്കെ, അപ്പം L1 L2 ഡയറക്റ്റ് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ആർച്ചസിൻ്റെ കേസിൽ പഠിച്ച സെയിം ഫോർമുല. ഇനി കേബിൾ വിത്ത് സപ്പോർട്ട്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ ആണെങ്കിൽ VA, VB, H ലെങ്ത് ഓഫ് കേബിൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വെറുതെ ഇക്വേഷൻസ് എഴുതി സോൾവ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് വേണമെങ്കിൽ ആർച്ചിൽ ചെയ്തതുപോലെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. പക്ഷെ അതിനേക്കാളും എളുപ്പമെന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ VA, VB കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല VA = WL1/2 + H1/L1 ഇൻറ്റു H, WL2/2 + H2/L2 ഇൻറ്റു H. അതുപോലെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H = WL²/2 ഇൻറ്റു √h1 + √h2 the whole square. Similarly, length of cable calculate ചെയ്യാൻ L+2/3 ഇൻറ്റു H1² L1 + 2/3 ഇൻറ്റു H2² L2. ഓക്കെ, ഇത്രയും ഫോർമുലാസ് ആണ് സപ്പോർട്ട്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് കേബിൾ ക്യാരിയിങ് UDL വിത്ത് സപ്പോർട്ട്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസിൽ നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റാർ ഇട്ടേക്കുന്ന ഫോർമുലാസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോഴ്സസ് ഓൺ കേബിൾസ് ആൻഡ് ടവേഴ്സ്. കേബിൾസിലെയും ടവേഴ്സിലെയും ഫോഴ്സസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് സപ്പോർട്ട്സ് ആണുള്ളത്. അതായത് നമ്മുടെ കേബിൾസിനെ സപ്പോർട്ട് ചെയ്യാൻ, ടവേഴ്സിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് 2 ടൈപ്പ് സപ്പോർട്ട്സ് ആണുള്ളത്. അത് രണ്ടുമാണ് ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തേക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഗൈഡഡ് പുള്ളി സപ്പോർട്ട് ആൻഡ് രണ്ടാമത്തത് റോളർ സപ്പോർട്ട്. ഗൈഡഡ് പുള്ളി സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആങ്കർ കേബിളും സസ്പെൻഷൻ കേബിളും ഒരേ കേബിളായിരിക്കും. അതായത് നമ്മുടെ സപ്പോർട്ടിന് മേടെ ഒരേ കേബിളായിരിക്കും ലേ ചെയ്യുന്നത്. ഒരു പോർഷൻ സസ്പെൻഷൻ കേബിളായിരിക്കും, മറ്റേ പോർഷൻ്റെ ഒരു എൻഡ് ഒരു റിജിഡ് ബോഡിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ആങ്കർ കേബിൾ. അപ്പോൾ ഗൈഡഡ് പുള്ളി സപ്പോർട്ട് ആണെങ്കിൽ ആങ്കർ കേബിളും സസ്പെൻഷൻ കേബിൾ ഓർ മെയിൻ കേബിൾ ഒരേ കേബിളായിരിക്കും. വേറസ് റോളർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആങ്കർ കേബിളും മെയിൻ കേബിളും 2 കേബിളായിരിക്കും. ഒരേ കേബിൾ ആയിരിക്കില്ല ലേ ചെയ്തേക്കുന്നത്, 2 ഡിഫറെൻറ്റ് കേബിൾസ് ആയിരിക്കും, ആങ്കർ കേബിൾ ആൻഡ് സസ്പെൻഷൻ കേബിൾ. ഓക്കെ, അപ്പോൾ ഓരോ സപ്പോർട്ടിലും വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് സ്ലൈഡ് ശ്രദ്ധിക്കുക. ഗൈഡഡ് പുള്ളി സപ്പോർട്ട്. ഗൈഡഡ് പുള്ളി സപ്പോർട്ടിൽ ഞാൻ പറഞ്ഞു ആങ്കർ കേബിളും മെയിൻ കേബിളും ഒരേ കേബിളാണ്. ആങ്കർ കേബിൾ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ, സസ്പെൻഷൻ കേബിൾ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ആങ്കർ കേബിളും ഒരേ കേബിളാണെങ്കിൽ രണ്ടിലെയും ടെൻഷൻ സെയിം അല്ലേ? സോ രണ്ടിലെയും ടെൻഷൻ T ആണ്. ആൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ ഇസ് H1. ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് H1 ആണ്. ഗൈഡഡ് പുള്ളി സപ്പോർട്ടിൽ മെയിനായിട്ട് വരുന്ന ഫോഴ്സസ് വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട്.
സോ ഫസ്റ്റ് വെർട്ടിക്കൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ടവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ടി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ ആൽഫ. അതിൽ തീറ്റ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം കോസ് തീറ്റ ഇസ് ഈക്വൽ ടു h/Tmax എന്ന് പറയുന്ന ഫോർമുല ഈ PPT-യിലെ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് ഈസിലി നിങ്ങൾക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ആൽഫ ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ടി മാക്സിമം ടെൻഷൻ അതും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞായിരുന്നു. സോ തീറ്റ ടി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ആൽഫ തന്നിട്ടുണ്ടായിരിക്കും. ഇഫ് നിങ്ങളുടെ സപ്പോർട്ട് ഗൈഡഡ് പുള്ളി സപ്പോർട്ട് ആണെങ്കിൽ vertical load transmitted to tower can be calculated by using the formula T into sin theta plus sin alpha. Similarly, horizontal load transmitted to tower calculate cheyanalla formula T into cos theta minus cos alpha. Then bending moment on tower calculate cheyanalla formula horizontal force into height of tower. Okay. അപ്പോൾ ഇത്രയാണ് ഗൈഡഡ് പുള്ളി സപ്പോർട്ടിൽ വരുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത്. ഈ 3 ഫോർമുലൈസും ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് റൈറ്റ് സൈഡ് നോക്കുക, സ്ലൈഡിൻ്റെ റൈറ്റ് സൈഡ് നോക്കുക. റോളർ സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. റോളർ സപ്പോർട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ആങ്കർ കേബിളും സസ്പെൻഷൻ കേബിളും 2 കേബിൾസ് ആയിരിക്കും. സോ രണ്ടിലെയും ടെൻഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ആങ്കർ കേബിളിലെ ടെൻഷൻ T1, സസ്പെൻഷൻ കേബിളിലെ ടെൻഷൻ T. ആങ്കർ കേബിൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ, സസ്പെൻഷൻ കേബിൾ ഓർ മെയിൻ കേബിൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഫോർമുലാസ് T1 ഉം T2 ആയിട്ടുള്ള റിലേഷനാണ്. T1 is equal to T into cos theta by cos alpha. Then next, vertical load transmitted to tower is equal to T1 sin alpha plus T sin theta. Okay. ഇനി റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ ആകെ വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ല. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ബെൻഡിങ് മൊമെൻറ്റും കാണില്ലല്ലോ, കാരണം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ടവർ ആണ്. സിൻസ് റോളർ സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ലാത്ത കാരണം ദർ ഇസ് നോ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗൈഡഡ് പുള്ളി സപ്പോർട്ടിലും റോളർ സപ്പോർട്ടിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും ഏത് ടൈപ്പ് സപ്പോർട്ടാണ്, ആ സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫോർമുലാസ് നിങ്ങൾക്ക് അറിയാമെങ്കിലേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സ്ലൈഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്ന എല്ലാ ഫോർമുലാസും ബൈ ഹാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേബിൾ സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ് വിത്ത് സപ്പോർട്ട്സ് അറ്റ് സെയിം ലെവലിലെ പ്രോബ്ലംസ് ആണ്. സോ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ വായിക്കാം. A bridge cable is suspended from towers 80 meter apart and carries a load of 30 kN per meter on the entire span. If the maximum sag is 8 meter, calculate the maximum tension in the cable. If the cable is supported by saddles which are stayed by wires inclined at 30 degrees to the horizontal, determine the forces acting on the towers. If the same inclination of backstay passes over pulley, determine the forces on the towers. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു കേബിൾ ഉണ്ട്. കേബിളിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. കേബിൾ ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് ഒരു UDL ക്യാരി ചെയ്യുന്നുണ്ട് ഓഫ് ഇൻറ്റൻസിറ്റി 30 kN per meter. മാക്സിമം സാഗ് അതായത് സെൻട്രൽ ഡെപ്ത് 8 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് മാക്സിമം 10 കേബിൾ Tmax കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ കേബിൾ ഈസ് സപ്പോർട്ടഡ് ബൈ സാഡിൽസ്. ഈ സാഡിൽസ് എന്നൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ റോളർ സപ്പോർട്ടാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ റോളർ സപ്പോർട്ടാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ഫോഴ്സ് ആണ് ഉള്ളത്, ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആണ്. സോ ബെൻഡിങ് മൊമെൻറ്റും 0 ആയിരിക്കും. സോ റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഡിറ്റർമിൻ ചെയ്യുക. രണ്ടാമത് ചോദിച്ചിട്ടുണ്ട് ഇഫ് ദ ഇൻക്ലിനേഷൻ ഓഫ് ബാക്ക് സ്റ്റേ പാസസ് ഓഫ് എ പുള്ളി, അതായത് ഗൈഡഡ് പുള്ളി സപ്പോർട്ടാണെങ്കിൽ ആ കേസിലെയും ഫോഴ്സസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇൻക്ലിനേഷൻ ടു ഹൊറിസോണ്ടൽ, അതായത് ആങ്കർ കേബിളിൻ്റെ ഇൻക്ലിനേഷൻ ടു ഹൊറിസോണ്ടൽ ആൽഫയാണ് 30 ഡിഗ്രി എന്ന് തന്നേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിൽ മെയിനായിട്ട് 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, മാക്സിമം ടെൻഷൻ ഇൻ കേബിൾ. സെക്കൻഡ്, ഇഫ് ദ സപ്പോർട്ട് ഇസ് roller support, determine the forces on the cable. Third, if the support is guided pulley support, determine the load transmitted to the towers. Okay.
അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ സൊല്യൂഷനിലോട്ട് പോകുമ്പോൾ ആദ്യം ചെയ്തേക്കുന്നത് തന്നേക്കുന്ന ഡേറ്റാസ് യൂസ് ചെയ്ത് ഫിഗർ വരച്ചിട്ടുണ്ട്. കേബിൾ ക്യാരിഡിയൽ ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് ഫിഗർ വരച്ചിട്ടുണ്ട്. സപ്പോർട്ട് റിയാക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തന്നേക്കുന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് മാക്സിമം ടെൻഷനാണ്. മാക്സിമം ടെൻഷൻ കിട്ടണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ VA/VB ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഡയറക്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് സ്റ്റാർ ഇട്ട് തന്നില്ലേ, ആ ഫോർമുലാസ് ഒക്കെ ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്. വീണ്ടും കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എഴുതി സോൾവ് ചെയ്യണമെന്നില്ല. കുഞ്ഞു കുഞ്ഞു ഫോർമുലാസ് അല്ലേ, അത് ബൈ ഹാർട്ട് ചെയ്തിരുന്നാൽ മതി. ജസ്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ VA/VB is equal to WL/2. VA/VB കാൽക്കുലേറ്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H del² / 8H എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കണ്ടുപിടിക്കുക. ഇനി Tmax കാൽക്കുലേറ്റ് ചെയ്യുന്നത് √Vmax² + H² ആണ്. Vmax എന്ന് പറയുന്നത് മാക്സിമം ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് മാക്സിമം ആവുന്നത് സപ്പോർട്ടിലാണ്. സപ്പോർട്ടിലെ മാക്സിമം വെർട്ടിക്കൽ ഷിയറിൻ്റെ വാല്യൂ WL/2 ആണ്. ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Tmax കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു, Tmax കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നതിന് ഉത്തരമായിട്ടുണ്ട്. ദെൻ തീറ്റ കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. cos θ is equal to H/Tmax. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഈ ഫോർമുലാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് തീറ്റ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഓരോ കേസായിട്ട് നോക്കാം. ഫസ്റ്റ് റോളർ സപ്പോർട്ടാണ് ചോദിക്കുന്നത്. റോളർ സപ്പോർട്ടാണെങ്കിൽ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ടവർ ചോദിച്ചിട്ടുണ്ട്. സോ റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ T1 ആൻഡ് T ആണ്. where T1 is the tension on anchor cable and T is the tension on main cable. അപ്പോൾ ആ റിലേഷൻ യൂസ് ചെയ്ത് T1 കാൽക്കുലേറ്റ് ചെയ്യുക. T എന്ന് പറയുന്നത് കേബിളിലെ ടെൻഷനാണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് Tmax. സോ Tക്ക് പകരം Tmax സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T1 കാൽക്കുലേറ്റ് ചെയ്യാം. റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ വെർട്ടിക്കൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം പറഞ്ഞ സെയിം ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Find the vertical force transmitted to the tower. Okay, direct formula substitution ആണ്. Then second case എടുക്കുക. ഗൈഡഡ് പുള്ളി സപ്പോർട്ടാണ്. ഗൈഡഡ് പുള്ളി സപ്പോർട്ടിൽ വെർട്ടിക്കൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ടവർ ഉണ്ട്, ഹൊറിസോണ്ടൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ടവർ ഉണ്ട്, ബെൻഡിങ് മൊമെൻറ്റ് ഓൺ ടവർ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, കാരണം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലോഡ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ടവർ ആണ്. സിൻസ് ഇവിടെ ഹൈറ്റ് ഓഫ് ടവർ തരാത്തതുകൊണ്ട് വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വെർട്ടിക്കൽ ഫോഴ്സ് ഫോർമുല എന്ന് പറയുന്നത് T × sin θ + sin α ആണ്. ഇവിടെ T എന്ന് പറയുന്നത് മെയിൻ കേബിളിലെ ടെൻഷനാണ്, വിച്ച് ഇസ് Tmax. സിമിലർലി ഹൊറിസോണ്ടൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ടവർ Tmax × cos θ - cos α. Tmax ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. തീറ്റ അറിയാം, ആൽഫ ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. എല്ലാ വാല്യൂസും ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹൊറിസോണ്ടൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ടവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം വായിക്കാം. എ ലൈറ്റ് ഫ്ലെക്സിബിൾ കേബിൾ 18 meter long is supported at two ends at the same level. The supports are 16 meter apart. The cable is subjected to UDL of 1 kilonewton per meter over its entire span. Determine the reactions developed at the support. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്ലെക്സിബിൾ കേബിൾ തന്നിട്ടുണ്ട്. കേബിളിൻ്റെ ലെങ്ത് ആണ് 18 മീറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്, കേബിളിൻ്റെ ലെങ്ത് ആണ് 18 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. രണ്ട് സപ്പോർട്ട്സിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അതായത് സ്പാൻ L എന്ന് പറയുന്നത് 16 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കേബിൾ ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് ഒരു UDL ക്യാരി ചെയ്യുന്നുണ്ട്. UDLൻ്റെ ഇൻറ്റൻസിറ്റി 1 kN/m. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിയാക്ഷൻസ് അറ്റ് ദി സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ദാറ്റ് ഇസ് VA/VB കാൽക്കുലേറ്റ് ചെയ്യുക, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, Tmax മാക്സിമം ടെൻഷൻ ഓൺ കേബിൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് ചോദിക്കുമ്പോഴും മാക്സിമം ടെൻഷനൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ സൊല്യൂഷനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡേറ്റാസ് യൂസ് ചെയ്ത് ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിഗറൊക്കെ വരച്ചു. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ ഡെപ്ത് വേണം. അത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെൻട്രൽ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് സെൻട്രൽ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് കേബിൾ ക്യാരിയിങ് UDL ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് ഓഫ് കേബിൾ
കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. ലെങ്ത് ഓഫ് കേബിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് L+8h²/3L ആണ്. ഓക്കെ, ലെങ്ത് 18 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സെൻട്രൽ ഡെപ്ത് h കാൽക്കുലേറ്റ് ചെയ്തൂടെ? സോ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തേക്കുന്നത്. ലെങ്ത് ഓഫ് കേബിളിൻ്റെ ഇക്വേഷനിൽ നിന്നും ഞാൻ സെൻട്രൽ ഡെപ്ത് h കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഞാൻ VAB കാൽക്കുലേറ്റ് ചെയ്തു, WL/2 ഫോർമുല യൂസ് ചെയ്ത്. ദെൻ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, Tmax കാൽക്കുലേറ്റ് ചെയ്തു, തീറ്റ. ബാക്കിയെല്ലാം ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷനാണ്. ആകെ ഈ h കണ്ടുപിടിക്കുന്നതിൽ മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ മുന്നത്തെ പ്രോബ്ലത്തിൽ നിന്നും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോബ്ലം. A cable of span 120 meter and dip 10 meter carries a load of 6 kN per meter over horizontal span. Find the maximum tension in the cable and the inclination of the cable at the support. Find the forces transmitted to the supporting tower if the cable passes over smooth pulleys on the top of the tower. The anchor cable is at 30 degrees to the horizontal. Find the maximum bending moment for the tower if the height of the tower is 15 meter. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു കേബിൾ തന്നിട്ടുണ്ട്. സ്പാൻ 120 മീറ്റർ ആണ്, ഡിപ്പ് 10 മീറ്റർ ആണ്. ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് ഒരു UDL ക്യാരി ചെയ്യുന്നുണ്ട്. UDLൻ്റെ ഇൻറ്റൻസിറ്റി 6 kN/m ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് മാക്സിമം ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ഇൻക്ലിനേഷൻ ഓഫ് ദ കേബിൾ ദാറ്റ് ഇസ് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഗൈഡഡ് പുള്ളി സപ്പോർട്ട് ആണെങ്കിൽ സപ്പോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ്. ഗൈഡഡ് പുള്ളി സപ്പോർട്ടിൻ്റെ കേസിൽ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഇസ് 15 മീറ്റർ. ഇത്രയാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇതും സിമ്പിൾ പ്രോബ്ലം ആണ്. നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ്സ് തന്നെയാണ്. ഫസ്റ്റ് തന്നേക്കുന്ന ഡേറ്റാസ് വെച്ച് ഫിഗർ വരയ്ക്കുക, സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, VA, VB, H, ദെൻ Tmax കാൽക്കുലേറ്റ് ചെയ്യുക, തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷനാണ്, വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് തന്നേക്കുന്ന സപ്പോർട്ട് ഗൈഡഡ് പുള്ളി സപ്പോർട്ടാണ്. ഗൈഡഡ് പുള്ളി സപ്പോർട്ടിൽ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട്. വെർട്ടിക്കൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് ദ ഇക്വേഷൻ Tmax × sin θ + sin α. ആൽഫ ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻ വെർട്ടിക്കൽ ഫോഴ്സ്. ദെൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക Tmax × cos θ - cos α. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ. ഹൊറിസോണ്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഹൊറിസോണ്ടൽ ഫോഴ്സ് × ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈറ്റ് ഓഫ് ടവർ തന്നിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുക, ഫൈൻ ദി ബെൻഡിങ് മൊമെൻ്റ് ഓൺ ടവർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എല്ലാ സ്ലൈഡ്സും നോക്കുക, ക്വസ്റ്റ്യൻസ് തന്നെ വർക്കൗട്ട് ചെയ്യുക. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടെ തരും, അതുകൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.